Hi guys, welcome to LiTalks. വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഐറ്റമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബോറടിപ്പിക്കാതെ ഐറ്റം ഒന്ന് തുറന്നു നോക്കാം. നമുക്കിന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ F41 എന്ന് പറയുന്ന ഫോണാണ്. അവരുടെ എ സീരീസ് നല്ല നല്ല പോപ്പുലർ ആയിട്ടുള്ള എ സീരീസ്, എഫ് സീരീസ്, എം സീരീസിന് ഒടുവിലായിട്ട് ഇറക്കിയ ഒരു സീരീസ് ആണ് F41 എന്ന് പറയുന്ന ഫോൺ സീരീസ്. അവരുടെ നമ്മുടെ ദീപാവലി ഫെസ്റ്റിവൽ സീസണിൽ ഫുൾ ഓൺ എന്നൊരു വേർഡ് അവർ കൊണ്ടുവന്നിട്ടാണ് ഈ എഫ് സീരീസ് ഇറക്കിയിരിക്കുന്നത്. ഈ ഫോണിന്റെ 6GB ആണ്. 6GB 64 വേരിയന്റും 6GB 128 വേരിയന്റും ഉണ്ട്. 3 കളർ വേരിയന്റുകളാണ് വരുന്നത്. ഫ്യൂഷൻ ബ്ലാക്ക്, ഫ്യൂഷൻ ബ്ലൂ, ഫ്യൂഷൻ ഗ്രീന്. അതിൽ നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് ഫ്യൂഷൻ ബ്ലൂവിന്റെ 6GB 128GB ഫോണാണ്. നമുക്കപ്പോൾ ഈ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ എ സീരീസ്, എം സീരീസും വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള 2 സീരീസുകളായിരുന്നു. അതിനൊടുവിലായിട്ടാണ് ഇങ്ങനൊരു ഫോൺ ഇറക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതാണ് ഫോണിൻ്റെ കളറ് പ്യുവർ ബ്ലൂ. നമുക്ക് കവറൊക്കെ മാറ്റിയിട്ട് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ കവറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, പറയാൻ വന്നത് സാംസങ്ങിൻ്റെ ഫോണുകളിൽ അവർ ഒളിപ്പിച്ച് വെക്കുന്നൊരു സാധനമുണ്ട് ഈ ബോക്സിൻ്റെ പുറകിലായിട്ട്. കവറുകളും കാര്യങ്ങളൊന്നും കാണത്തില്ല. അവരുടെ വാറണ്ടി പേപ്പർ കാര്യങ്ങൾ കേസൊന്നും അതിൻ്റെ ഒരു മിക്കവാറും വെക്കാറില്ല. നമുക്ക് ഈ ഫോണിൻ്റെ നോക്കാം. വാറണ്ടി പേപ്പേഴ്സ് സാധനങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷെ അത് ആ ഒരു അപ്പർ ബോക്സിൻ്റെ അകത്ത് അവർ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് പലപ്പോഴും കാണാറ് പോലും ഇല്ല. സ്റ്റാർട്ട് ഗൈഡും വാറണ്ടി പേപ്പേഴ്സും ഒക്കെയാണത്. അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു സിം ഇജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട്. അത് നോട്ടിരിക്കട്ടെ, നമുക്കത് മാറ്റി വെക്കാം. ഇതിനകത്ത് ചാർജിങ് കൂടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 15 wattsൻ്റെ ഒരു ചാർജർ കൂടെ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണ്. കേബിള് വരുന്നത് സി ടൈപ്പ് കേബിളാണ് വരുന്നത്. നമുക്ക് ഫോണിൻ്റെ ഈ ഡിസൈനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിലായിട്ട് ഫോണിൻ്റെ റയർ സൈഡിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ് സെൻസറും ഒരു ട്രിപ്പിൾ ക്യാമറയും, ഒരു റെക്റ്റാങ്കിൾ ചെറിയൊരു ബോക്സിനകത്ത് ട്രിപ്പിൾ ക്യാമറയും നമ്മുടെ ഫ്ലാഷ് ലൈറ്റും വന്നിട്ടുണ്ട്. ഫോണിൻ്റെ താഴെയായിട്ട് സി ടൈപ്പ് കേബിള്, പിന്നെ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മോണോ സ്പീക്കറും ഗ്രില്ല്, പിന്നെ മൈക്ക്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇയർഫോൺ ജാക്കുമാണ് വരുന്നത്. ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ വോളിയം റോക്കേഴ്സ്, പവർ ബട്ടണും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേ ആണ് വരുന്നത്. നമുക്ക് ഈ സിം ട്രേ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഫോണിൽ ഹൈബ്രിഡ് സിം ആണോ ഡെഡിക്കേറ്റഡ് SIM സ്ലോട്ട് ആണോ വരുന്നത് നോക്കാം. നമ്മളെ ഒട്ടും നിരാശപ്പെടുത്താതെ ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് തന്നെ ഈ ഫോൺ തരുന്നുണ്ട്. നമുക്ക് ഈ ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഫസ്റ്റ് വൈബ്രേഷൻ വന്നു. സാംസങ് ഗാലക്സി F41 പവേർഡ് ബൈ ആൻഡ്രോയിഡ്. സാംസങ്ങിൻ്റെ ഒരു പേര് നടക്കാനായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ ഫോണിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 6GB വരുന്നുണ്ട്. അതിൻ്റെ 2 വേരിയൻറ്റ് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. 6GB 64ഉം 6GB 128ഉം ആണ്. അതിൽ ബേസ് വേരിയൻറ്റിൽ പോലും ഒരു 6GB നൽകുന്നു എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ ഫോണിൻ്റെ ജസ്റ്റ് സെറ്റിങ്സ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫുൾ ഓൺ എന്ന് പറഞ്ഞൊരു എഴുതി കാണിച്ചിട്ടുണ്ട്. ദെൻ ഫോണിൻ്റെ അകത്തെ ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ്, പിന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഗൂഗിളിൻ്റെ ഉണ്ട്, അതിനുശേഷം മൈക്രോസോഫ്റ്റിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് എന്നല്ലാതെ ഒത്തിരി വലിച്ചു വാരി ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ഒരു പരിപാടി ഈ ഫോണിലില്ല. പിന്നെ സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളിലും നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടൊന്നുമില്ല,
ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് പറയേണ്ടത്. ഡിസ്പ്ലേക്കകത്ത് AMOLED ആണ് തന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താണ് ഒന്നും അതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. HD ക്വാളിറ്റിയാണ്. ജസ്റ്റ് സാംസങ്ങിൻ്റെ ഏറ്റവും കുറഞ്ഞ J2 മുതലുള്ള എല്ലാ ഫോണുകളും അവർ LED തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ AMOLED എന്ന് പറയുമ്പോൾ നല്ല ഡിജിറ്റൽ ക്വാളിറ്റി അവരുടെ എല്ലാ ഫോണുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. F സീരീസിലും അത് അങ്ങനെ തന്നെ വരുന്നു. ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.4 ഇഞ്ചാണ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8.9 mm മാത്രമാണ്. നമ്മുടെ ഒരു കൊച്ചു ഫോൺ, കയ്യിലൊതുങ്ങുന്ന ഒരു കൊച്ചു ഫോൺ പക്ക നമുക്ക് പറയാൻ പറ്റും. ഇതിന് 8.9 mm ആണ് എൻ്റെ ഇത് വരുന്നത്. 1 സെൻറ്റിമീറ്റർ പോലും ഇല്ല ഇത്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം വരുന്നത് ഗ്ലാസ് അല്ല, തനി പ്ലാസ്റ്റിക് ആണ്. നമ്മുടെ M സീരീസിലെല്ലാം കാണുന്നത് പോലെ, M31s'ലൊക്കെ കാണുന്ന പോലെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയാണ്. ഡിസ്പ്ലേയുടെ ക്യാമറ ഒരു ഇത് വരുന്നത് ഇൻഫിനിറ്റി U ഡിസ്പ്ലേ എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ആക്ച്വലി ഇതൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ്. സാംസങ് അതിനെ വിളിക്കുന്നതാണ് ഇൻഫിനിറ്റി U ഡിസ്പ്ലേ എന്ന്. ഫ്രണ്ടിൽ ആ ഒരു നോച്ചിൽ 32 മെഗാപിക്സലിന്റെ ക്യാമറയാണ് സെൽഫിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഈ ഫോൺ വരുന്നത്. ഒരു ചെറിയ സ്ക്രാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയല്ല. ഫോണിന്റെ സെക്യൂരിറ്റി സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസ് അൺലോക്കിങ്ങും ഫിംഗർ പ്രിന്റും ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഫോണിന്റെ ഫിംഗർ പ്രിന്റും ഫേസ് അൺലോക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഫിംഗർ പ്രിന്റ് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു വിരലാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് നോക്കണം. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഫേസ് അൺലോക്ക് ഒന്ന് നോക്കാം. ഫിംഗർ പ്രിന്റ് നല്ല പറ്റി ഫാസ്റ്റ് ആണ്. അതേസമയം ഫേസ് അൺലോക്കിന്റെ ഭാഗത്തേക്ക് വരുമ്പം ആവറേജ് ഭയങ്കര സ്പീഡിലൊന്നുമല്ല, ഒരു ആവറേജ് സ്പീഡിലാണ് ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നത്. ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിംഗിൾ സ്പീക്കർ, മോണോ സ്പീക്കറാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിതിന്റെ ആ ഒരു സെക്ഷൻ പക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതേസമയം ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ 3.5 mm ജാക്കാണ്. അപ്പോൾ നമ്മുടെ നോർമൽ എല്ലാ ഹെഡ്സെറ്റുകളും വർക്ക് ചെയ്യും. നല്ലൊരു ഹെഡ്സെറ്റ് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് നമുക്ക് ഫീൽ ചെയ്യാൻ പക്കായിട്ട് തന്നെ ഈ ഫോണിൽ പറ്റും. ഇതിന്റെ ഡിസ്പ്ലേയില് പ്യുവർ ബ്ലാക്ക് കളറാണ് നമുക്ക് ഡിസ്പ്ലേ ഓൺ ആക്കി വർക്കിംഗ് കണ്ടീഷനിലും തോന്നുന്നത്. കഴിഞ്ഞാൽ ബ്ലാക്ക് ഉള്ള പോർഷനിൽ LED പൂർണ്ണമായിട്ട് ഓഫ് ആക്കുന്ന ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ LED മുഴുവൻ അങ്ങനെയാണ്. അപ്പം ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വൈറ്റ് ഷെയ്ഡില്ല, പക്ക പ്യുവർ ബ്ലാക്ക്. നമ്മൾ ഈ സാധാരണ LCD ഫോണുകളിൽ കാണാറുള്ളത് പോലെ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിൻ്റെ അതൊരു ലൈറ്റ് കളർ പോലെ ലൈറ്റ് അടിക്കുന്ന ഒരു എഫക്റ്റ് അതൊന്നുമില്ല. പ്യുവർ ബ്ലാക്ക് ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് എക്സിനോസിന്റെ 9611 പ്രോസസ്സറാണ്. അത് നമ്മുടെ ഇപ്പം നമുക്ക് എക്സിനോസിന്റെ പ്രോസസ്സറിന്റെ സ്പീഡ് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്നാപ്ഡ്രാഗണിന്റെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ 712 എന്ന് പറയുന്ന പ്രോസസ്സറുമായിട്ട് അത്ര തന്നെ സ്പീഡ് വരാമെന്ന് അത്ര തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് എക്സിനോസിന്റെ 9611 എന്ന് പറയുന്ന പ്രോസസ്സർ. ക്യാമറ സെക്ഷനിലേക്ക് പറയുകയാണെങ്കിൽ ബാക്കിൽ വരുന്നത് 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ സെൻസറാണ്. അതേപോലെ തന്നെ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ സെൻസറാണ്. 123 ഡിഗ്രി വരെ കവർ ചെയ്യാൻ കഴിയുന്ന ഒരു വൈഡ് ആംഗിൾ സെൻസറാണ് ഇതിന്റെ 8 മെഗാപിക്സലിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. മൂന്നാമത്തെ ക്യാമറയിൽ നമുക്ക് തരുന്നത് ബൊക്കറ്റ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഡെപ്ത് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു 5 മെഗാപിക്സലിന്റെ നോർമൽ ക്യാമറയാണ് വരുന്നത്. അത്രയാണ് ബാക്കിൽ വരുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് തന്നിട്ടുണ്ട്. ഇത്രയും കണ്ടന്റ് ഒരു ചെറിയൊരു ബോക്സിന്റെ അകത്ത്. ആ ബോക്സിൽ തന്നെ 64 മെഗാപിക്സൽ എന്നും ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സ്ലോമോ സെൽഫി എന്ന് പറയുന്ന സെൽഫിയെ സ്ലോ മോഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു എഫക്റ്റും ഈ ഫോൺ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ബാറ്ററി സെക്ഷനെ കുറിച്ചാണ്. 6000 mAh ബാറ്ററിയാണ് കമ്പനി ഇതിന് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല
ബാറ്ററി ബാക്കപ്പും കിട്ടും. അതേപോലെ തന്നെ അത്യാവശ്യം ബാറ്ററി തീർന്നു പോയാൽ പെട്ടെന്ന് ചാർജ് ചെയ്യാനും പറ്റും. ഈ AMOLED സ്പെഷ്യാലിറ്റി മുൻപ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും മിനിമം ഒരു എനർജി കൺസ്യൂമിങ് ആണ് ഈ ഡിസ്പ്ലേ. ഡിസ്പ്ലേയിൽ ഓൾവേസ് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ടിരുന്നാൽ ഇങ്ങനെ ഫുൾ ബ്ലാക്കിൽ ടൈമും ഡേറ്റും മാത്രം എല്ലായ്പ്പോഴും ജസ്റ്റ് ഫോൺ ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കുന്ന എല്ലായ്പ്പോഴും ഒരു ടൈം ആൻഡ് ഡേറ്റ് നമുക്ക് കാണിക്കും. ടൈം ഡേറ്റ്, അത്യാവശ്യം നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അങ്ങനെയുള്ള എല്ലാം അതിൻ്റെ കൂടെ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു ഫീച്ചർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫീച്ചറല്ല, സാംസങ്ങിന് മിക്കവാറും എല്ലാ ഫോണിലും ഉള്ളതാണ്. പക്ഷേ കാണുമ്പോൾ സിമ്പിളായിട്ട് നല്ലതാണ്. ഞാൻ എൻ്റെ പലപ്പോഴും ഫോണുകളിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ടൈം നോക്കാറുള്ള ഒരാളാണ്. അപ്പം എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു 6GB 64 വേരിയൻറ്റും 6GB 128 വേരിയൻറ്റുമാണ് ഇതിലുള്ളത്. ഫ്ലിപ്കാർട്ടിലൂടെ മാത്രമാണ് ഈ ഫോൺ ഇപ്പോൾ സെയിൽ നടക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 15,499 ആണ് നമുക്ക് കിട്ടുന്ന പ്രൈസ്. 6GB 164ൻ്റെ പ്രൈസ്. അതിൻ്റെ MRP എന്ന് പറയുന്നത് 19,999 രൂപയാണ്. 6GB 128 നമുക്ക് വരുന്നത് 16,499 രൂപയ്ക്കാണ്. അത് നമുക്ക് MRP വരുന്നത് 20,999 രൂപയാണ്. തമ്മിലൊരു 1000 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ 6GB 128 എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം ഇരട്ടി സ്പേസ് ആണ്. ഓക്കെ, നമുക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഫോണാണ്. അപ്പം കൂടുതൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ബാക്കി എന്തെങ്കിലുമൊക്കെ ആഡപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.